ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഡിടെക് ഓഡിയോസിൻ്റെ ഒരു 200+200 വാട്ട് ടോട്ടൽ നമുക്ക് 400 വാട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡാണ്. സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡാണ്. അതായത് ഒരു ചാനലിന് 200 വാട്ട് ഒരു ചാനലിന് 200 വാട്ട് മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ബോർഡാണ്. ഇതിൽ കൊടുക്കേണ്ട വോൾട്ട് എന്ന് പറയുമ്പോൾ ±45 വോൾട്ട്, അതായത് +45 0 -45 ആണ് നമുക്ക് ഇതിൽ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന വോൾട്ട് എന്നുള്ളത്. അപ്പോൾ അത് അവരിതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഈ ഒരു ബോർഡിൽ തന്നെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പ്ലസ് സൈഡും കൂടെ തന്നെ നെഗറ്റീവ് സൈഡും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ രണ്ടായിട്ട് ഇത് വേണമെങ്കിൽ ബോർഡ് 2 പാർട്ട് വേണമെങ്കിലും ആക്കാൻ പറ്റും. ഇതാണ്ടിൽ ഇവിടെ നമുക്ക് ഈ ബോർഡിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് 2 പാർട്ടാക്കി എടുക്കാനും പറ്റുക എന്നുള്ളതാണ് ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ വന്നിട്ട് തോഷിബയുടെ തന്നെ 2SC 2SA സീരീസാണ്. 52001943 ആണ് വരുന്നത്. അപ്പോൾ ഒരു ചാനലിന് 2 പേർ, ഒരു ചാനലിന് 2 പേർ വച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ടോട്ടൽ 8 ട്രാൻസിസ്റ്ററാണ് വരുന്നത്. കൂടാതെ തന്നെ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് ഡിടെക് ഓഡിയോസിൻ്റെ എല്ലാ ബോർഡിലും കണ്ടുവരുന്നൊരു കാര്യമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല വലിപ്പമുള്ള ഹീറ്റ് സിങ്ക് അവരെ ബോർഡിൽ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഡിടെക് ഓഡിയോസിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ടുള്ളത്. ഇതാണ്ടില്ലേ, നല്ല അടിപൊളി ഹീറ്റ് സിങ്കാണ്. ഇൻവെർട്ടറിനൊക്കെ വരുന്ന ടൈപ്പ് ഫിൻസ് കൂടുതലായിട്ടുള്ള ഹീറ്റ് സിങ്കാണ് വരുന്നത്. ഈ സൈഡിലും ഫിൻസ് വരുന്നുണ്ട്, ഈ സൈഡിലും ഫിൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫാൻ ഇല്ലാതെ ഇരുന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ വർക്ക് ചെയ്യും. ഇതിൽ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വോൾട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് 45 വോൾട്ട് എന്നുള്ളത്. നമുക്ക് 30 വോൾട്ട് DC 30 വോൾട്ട് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ AC 27 കൊടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. AC 30 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു DC 43-44 വോൾട്ടോളം കിട്ടും. അപ്പം നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ AC 30 ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാൻ മതിയാവും. ഇതിനൊരു 8 ആമ്പിയറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ലെഫ്റ്റ് റൈറ്റിന് നിങ്ങൾക്ക് എടുക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് സബ്ബൂഫറിന് വേണമെങ്കിൽ ഇപ്പോൾ 2 സബ്ബൂഫർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോഡിയിൽ തന്നെ നമുക്ക് സബ്ബൂഫർ 1 സബ്ബൂഫർ 2 എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരൊരു ബോഡി ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതിൻ്റെ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. സ്പീക്കർ നെഗറ്റീവ് ഈ സൈഡ് ആണ് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് സ്പീക്കറിൻ്റെ പോസിറ്റീവ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ആ പോസിറ്റീവ് സൈഡിലാണ് അവരൊരു കോയിൽ ഇട്ടിട്ടുള്ളത്, പോസിറ്റീവ് സൈഡിലാണ്. അപ്പോൾ ഇപ്പുറത്തെ ബോർഡിൽ അതുപോലെ തന്നെയാണ്. സ്പീക്കറിൻ്റെ മൈനസ് സൈഡ് ഇതാണ്, സ്പീക്കറിൻ്റെ പോസിറ്റീവ് സൈഡ് ഇതാണ് വരുന്നത്. കൂടാതെ തന്നെ ഇതിൻ്റെ ഇൻപുട്ട് കൊടുക്കേണ്ടത് ഇവിടെയാണ്. ഇപ്പോൾ നിങ്ങൾ സ്റ്റീരിയോ ബോർഡാണ്, ഇപ്പോൾ സ്റ്റീരിയോ ആംപ്ലിഫയർ ആയിട്ടാണ് യൂസ് ചെയ്യാൻ താല്പര്യമെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഇവിടെയും കൊടുക്കുക ഇൻപുട്ട്, റൈറ്റ് സൈഡ് ഇവിടെയും കൊടുക്കുക. സബ്ബൂഫറിനാണെങ്കിൽ നിങ്ങൾ 2 ഫിൽറ്റർ വയ്ക്കുക. 2 ഫിൽറ്റർ വെച്ചതിന് ശേഷം 2 ഫിൽറ്ററിൻ്റെ ഔട്ട് അതിലൊന്ന് ഇവിടെയും ഒന്ന് ഇവിടെ കൊടുക്കുക. സബ്ബൂഫറിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ബോർഡ് സബ്ബൂഫറിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. കൂടാതെ തന്നെ നല്ല കമ്പോണൻസ് നമുക്കിപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല കമ്പോണൻസ് ഇട്ടിട്ട് തന്നെയാണ് അവരിത് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കമ്പോണൻസ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകത, ഡിടെക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ളൊരു ബോർഡാണ്. ഇപ്പോൾ കംപ്ലയിൻറ്റ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അവർ സർവീസും തരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം. കൂടാതെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള PCB ആണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസ് എപ്പോക്സി PCBയിൽ തന്നെയാണ് അവരിത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. നമ്മൾ കയ്യിലെടുക്കുന്ന ഹീറ്റ് സിങ്കിൻ്റെ ആ ഒരു വെയിറ്റ് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. ഒരു ഫാൻ വയ്ക്കുന്നത് നല്ലതായിരിക്കും. എപ്പോഴും ഒരു ചെറിയ ഫാൻ വയ്ക്കുന്നത് ബോർഡിൻ്റെ ആ ഒരു ലൈഫിനെ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഫാൻ വെച്ച് യൂസ് ചെയ്യുക. കൂടാതെ തന്നെ ഇതിനകത്ത് എല്ലാ കമ്പോണൻസിൻ്റെ വാല്യൂസും അതിനകത്ത് വളരെ കൃത്യമായിട്ട് അവർ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് അറിയാവുന്ന ആൾക്കാർക്ക് അഥവാ ബോർഡ് എന്തെങ്കിലും എപ്പോഴെങ്കിലും കംപ്ലയിൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ കമ്പോണൻസ് മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. കാര്യം എല്ലാ വാല്യൂസും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഇതിനകത്ത് ഒരു കമ്പോണൻസിൻ്റെ വാല്യൂസ് അവർ മായ്ച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പ്രൈവറ്റ് ട്രാൻസിസ്റ്റർ ആയാലും നമുക്ക് ഇതിനകത്ത് അവർ മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് വരുന്നത്. അപ്പോൾ നല്ലൊരു ബോർഡാണ്. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിപ്പോൾ ലൈഫ് ലോങ് ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം അവരുടെ കയ്യിൽ ബോർഡ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് ബോർഡ് വാങ്ങാവുന്നതാണ്. വിലയും ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരുടെ തന്നെ ചോദിക്കാവുന്നതാണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും, കമൻറ്റ് സെക്ഷനിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. നല്ല ട്രാൻസിസ്റ്റേഴ്സ് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. 524 സീരീസിൻ്റെ ട്രാൻസിസ്റ്ററാണ് ഇതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. 524 തന്നെയാണ് 2 5200
19443 ഇത് 524 എന്ന് പറയുന്ന സീരീസിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഗുണം നമുക്ക് ഇതിനകത്ത് കിട്ടും. ലെഫ്റ്റ് റൈറ്റ് സ്പീക്കേഴ്സിന് സ്റ്റീരിയോ ആയിട്ട് ആംബ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. 200 വാട്ടിനകത്തുള്ള ഒരു ആംബ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലെഫ്റ്റിനും റൈറ്റിനും 200 ടോട്ടലി 400 വാട്ട്സ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആമ്പൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബോർഡ് തന്നെയാണ് ഈ ഒരു ഡിടെക്കിൻ്റെ ബോർഡ്. അപ്പോൾ ഓക്കെ, ഇന്ന് ഇത്രയും തന്നെയാണ് എൻ്റെ റിവ്യൂ. കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല. ഇത്രയും തന്നെയാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെയും ഒരു കാര്യത്തിന് നിർബന്ധിക്കാറില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ ചേട്ടന്മാർക്കും ബൈ ബൈ.